ഇടുക്കി നെടുങ്കണ്ടത്ത് തൊഴിലാളികളെ കയറ്റുവന്ന വാഹനം അപകടത്തിൽപ്പെട്ടു എന്നാണ് വാർത്ത. 5 പേർക്ക് പരിക്കേറ്റു. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുലെ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എങ്ങനെയായിരുന്നു? ഈ അപകടം, ഈ പരിക്കേറ്റ തൊഴിലാളികൾ ഇപ്പോൾ എവിടെയാണ്? കൃഷിനെ പരിക്കേറ്റ 5 തൊഴിലാളികളും ചികിത്സയിലാണ്. നെടുങ്കണ്ടത്തെയും തൂക്കുപാലത്തെയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. നമുക്കറിയാം, ഏലത്തോട്ടത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളുമായി നിരവധി വാഹനങ്ങൾ ഇടുക്കിയിലേക്ക് വരാറുണ്ട്. അത്തരത്തിലൊരു വാഹനമാണ് ഇടത്തറ മുക്കിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ ജീപ്പ് ഏലത്തോട്ടത്തിലേക്ക് തന്നെ പതിക്കുകയായിരുന്നു. അതിലുണ്ടായിരുന്ന 5 പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. തെക്കേമുറി അനീഷിന്റെ ഏലത്തോട്ടത്തിലേക്ക് ജോലിക്കായി എത്തിയ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള തൊഴിലാളികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. പലതവണ ഈ പ്രദേശങ്ങളിൽ അപകടമുണ്ടായിട്ടുണ്ട്. ക്രാഷ് ബാരിയറുകൾ തന്നെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടിയ മേഖലയാണ് ഇവിടം. മാത്രമല്ല, ഈ തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ കയറ്റിവരുന്ന വണ്ടി അമിത വേഗതയിലാണെന്ന് നാട്ടുകാരുടെ വലിയ പരാതിയുണ്ട്. 2 ആഴ്ച മുമ്പ് അപകടത്തിൽ 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഈ വാഹനങ്ങളുടെ അമിത വേഗതയിലുള്ള ഓട്ടം. അതാണ് ഇപ്പോഴത്തെ ഈ അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹാഷ്മി, ക്രിസ്റ്റീന. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.